അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില സന്ദർഭങ്ങളിൽ ഒരു വർത്തമാനം കൊണ്ട് ഒരു വാക്ക് പറഞ്ഞതിന് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്കങ്ങട് പോകും. അതായത് ടെൻഷൻ അടിച്ചിട്ട്. നമ്മളിപ്പോൾ ആരോടെങ്കിലും ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ മക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളോടോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ നമ്മുടെ ഒരു സഹയാത്രികനോടോ ആരോടെങ്കിലൊക്കെ നമ്മൾ ചില ആലോചിക്കാതെയുള്ള ചില മറുപടികളും ചില ചോദ്യങ്ങളും ചില വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ അപ്പോൾ അതിൻ്റെ പേരിലൊരു ടെൻഷൻ ഉണ്ടല്ലോ. ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ നമ്മളൊരു വാക്കിൻ്റെ പേരിൽ മാനസിക പ്രയാസം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ പെരുമാറുക എന്നുള്ളതുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ വ്യക്തിത്വം അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് പ്രകടമാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 50 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യനെ പറ്റിയിട്ട് അയാളെ നമ്മൾ ആകെ ഒരു ദിവസം കണ്ടിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ വെച്ച് 5 മിനിറ്റ് അയാൾ തൊട്ടടുത്ത ചെയറിലിരുന്നു. ഓ, അയാൾ വല്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. അയാൾ പെരുമാറാനൊരു എക്സ്ട്രാ ഡീസൻ്റാണ്, അത്രയും ഉഷാറ് മനുഷ്യനാണ്, വളരെ മാന്യനാണ് എന്നൊക്കെ നമ്മൾ പറയണത് എങ്ങനെ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിനിമയങ്ങളിൽ സംസാരങ്ങളിൽ നമ്മുടെ വ്യക്തിത്വം എന്ത് ചെയ്യും, പ്രതിഫലിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ പെരുമാറ്റം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കണം. ഒരു പക്ഷേ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരായത്താണ് സൂറത്തു അഅറാഫിലെ 199 ആയത്ത്. എല്ലാം ഉണ്ടായില്ല, സമ്പൂർണ്ണമാണെന്ന് നമുക്കതിനെപ്പറ്റി ആയത്തിനെ പറ്റി പറയാൻ പറ്റും. പെരുമാറ്റ ശാസ്ത്രത്തിലെ ഏറ്റവും സമ്പൂർണ്ണമായ ആയത്താണ്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം ഹുദിൽ ആഫു എന്നാണ്. ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വിട്ടുവീഴ്ച നൽകണം. അതായത് നമ്മുടെ പ്രതികരണങ്ങൾ എപ്പോഴും മോശമാവുന്നത് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന സമീപനങ്ങളുടെ തകരാറ് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നതും പെരുമാറുന്നതും അരുതാത്ത വാക്കുകൾ പറഞ്ഞു പോകുന്നതൊക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റ തകരാറ് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരാളോട് ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടു വെച്ചാൽ അവൻ എന്നോട് ചെയ്തത് നീ കണ്ടോ, അവൻ പറഞ്ഞത് നീ കേട്ടോ എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു പറയുക. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു സ്ത്രീയെ, ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒരു SI വളരെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ SIക്ക് വിശദീകരിക്കണം, അയാൾ വിശദീകരിക്കണം എന്താ വെച്ചാൽ 2 കുട്ടികളെയും കൂട്ടിയിട്ട് അവരെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി വന്ന് യാതൊരു അച്ചടക്കവും മര്യാദയും ബഹുമാനമില്ലാതെ പെരുമാറി എന്നാണ് അയാൾക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ പെരുമാറിയാലും ഇത്രയും അധികം ഒരു ഉയർന്ന ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു ഗർഭിണിയെ പിടിച്ച് തള്ളാനും മുന്താനും തല്ലാനും ഒക്കെ പറ്റുമെന്ന് വെച്ചാൽ പറ്റൂല എന്ന് തന്നെ ആയിരിക്കും ഈ ന്യായം അംഗീകരിക്കുന്നവർ പോലും പറയാം. അപ്പോൾ നമ്മുടെ ഭാര്യ എന്താ അങ്ങനെ പറഞ്ഞു, അവൾക്ക് അന്തല്ലാത്തതുകൊണ്ട് പറഞ്ഞു. മക്കളെന്താണ് അങ്ങനെ, ഞാൻ വാപ്പയല്ലേ, എന്നോട് അങ്ങനെ പറയാൻ പറ്റും, ഞാൻ ഉമ്മയല്ലേ, ഒക്കെ ശരിയാണ്. പക്ഷെ അവർക്ക് എന്തില്ല, നിങ്ങളോട് പെരുമാറാനുള്ള അറിവും പക്വതയുമില്ല. നിങ്ങൾക്കതറിയാലോ, അതുകൊണ്ട് നിങ്ങളുടെ ഉയർന്ന സ്ഥാനത്തിലല്ല. നിങ്ങൾ ഹുദിൽ അഫു, നിങ്ങൾ വിട്ടുവീഴ്ചയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്? അവരറിവില്ലാത്തവരാണ്, അവർ പ്രായം കുറഞ്ഞവരാണ്, അവർ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ മനസ്സിലാക്കാത്തവരാണ്. ഇതൊക്കെ അവരെ തെറ്റാണ്. പക്ഷെ അവരുടെ പരിമിതികൾ, അവർക്ക് അങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ, അവരുടെ ചെറുപ്പമെന്നോ വിവരമില്ലായ്മയോ എന്നോ എന്താവട്ടെ, അതിനവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കണം. അതാണ് ഹുദിൽ അഫു എന്നാണ്. നമ്മളോട് ഇങ്ങോട്ട് ചെയ്തത് ശരിയായി എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ശരിയല്ലാത്തത് ചെയ്ത ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വിട്ടുവീഴ്ച നൽകണം എന്നുള്ളതാണ്. എല്ലാം അതിൽ ഉൾപ്പെടും. നമ്മൾ ആളുകൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നന്ദി പറയുക, നന്ദി പ്രകടിപ്പിക്കുക, ഈ സമീപനങ്ങളൊക്കെ ഉണ്ടതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ വഅ്മുർ ബിൽ ഉർഫ്, നല്ലത് കൽപ്പിക്കുക. നമ്മളിൽ നിന്ന് ഒരാളിലേക്ക് എത്തുന്നതെല്ലാം നല്ലതായിരിക്കണം. അയാൾക്കതൊക്കെ നല്ലതായി തോന്നണം. എന്നോടങ്ങനെ പറഞ്ഞത് നന്നായി, എന്നോടങ്ങനെ ചെയ്തത് നന്നായി, എൻ്റെ ഒരു ഗുണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് പോസിറ്റീവായി ഗുണകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. എൻ്റെ അമ്മ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, വാപ്പ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അയാൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് എൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ കൊണ്ടാണ്. അങ്ങനെ വിചാരിക്കാൻ അയാൾക്ക് പറ്റണം, ഗുണകാംക്ഷാപൂർവ്വം. ഇതിൻ്റെ ഒരു തെറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ജോലി മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ വിദ്യാഭ്യാസം ഉഷാറാവാൻ വേണ്ടിയിട്ടാണ്,
ഒരു നന്മ ആയിരിക്കണം നമ്മളെല്ലാവരിലേക്കും കൊടുക്കുന്നത്. ആ നന്മയാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും വേണം. മൂന്നാമത് പറഞ്ഞാൽ എന്താ പറയുക, അഅ്രിൽ അനിൽ ജാഹിലീൻ, എന്താണ്, അറിവില്ലാത്തവരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ അവഗണിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മുടെ സമീപനങ്ങളെ ശരിയായി ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവർ നമ്മളോട് അവിവേകപരമായി പെരുമാറും, അവിവേകമുള്ള വാക്ക് പറയും, അവിവേകമുള്ള നിലക്ക് നമ്മളോട് പെരുമാറും, നമ്മളെ ശിക്ഷിക്കും, നമ്മളെ അപമാനിക്കും, അവഹേളിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഫമൻ ആദാക ബി ഖൗലിഹി വ ഫീലി, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾ ഉപദ്രവിച്ചാൽ നീ അവനെ ഉപദ്രവിക്കരുത്. അതാണ് വിവേകമില്ലാത്തവരും തിരിഞ്ഞു കളയാന്ന് പറഞ്ഞാൽ, അയാൾ നമ്മളോട് ഉപദ്രവം ചെയ്താൽ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ വിവേകമുള്ള ആളാണ്, നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ അവിവേകത്തെ അവഗണിക്കണം. അതേപോലെ തന്നെ നിനക്കൊരാൾ തടഞ്ഞാൽ, തരില്ലെന്ന് പറഞ്ഞാൽ, നിനക്കുള്ളത് ഞാനും തരില്ല എന്ന് പറയരുത്. നമ്മൾ അയാൾക്കുള്ളത് കൊടുക്കണം. വമൻ കതഅക, നിന്നുമായുള്ള ബന്ധം ഒരാൾ മുറിച്ചാൽ എന്ത് ചെയ്യണം, ഫസിൽഹു, അവരുമായുള്ള ബന്ധം നീ എന്ത് ചെയ്യണം, സ്ഥാപിക്കണം. അപ്പോൾ നമ്മളെ ബന്ധം മുറിച്ചുകൊണ്ട് നമ്മളും ബന്ധം മുറിക്കുക എന്നുള്ളതല്ല. ഒമൻ ദലമക്ക, നിന്നോടൊരാൾ അക്രമം ചെയ്താൽ ഫഅദിൽഹു, നീ അവരോട് നീതി കാണിക്കണം. അപ്പോൾ നമ്മളോട് ചെയ്ത പോലെ നമ്മൾ തിരിച്ച് ചെയ്യലാണ് വിവേകമില്ലാത്ത പ്രവൃത്തി. നമ്മളോട് ഇങ്ങോട്ട് ചെയ്ത് അയാൾ വിവേകമില്ലാത്തതുകൊണ്ടാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അയാളുടെ വിവേകപൂർവ്വം പെരുമാറണം. ഈ 3 അടിസ്ഥാന തത്വങ്ങളെ പരിഗണിച്ചാൽ നമ്മുടെ സ്വഭാവവും ജീവിതവും സമൂലമായി മാറും.